കടയുടെ പിൻഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. അവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ല. അതുകൊണ്ട് കടയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയില്ലെന്നും രാജു പറയുന്നു. എല്ലാ ലൈസൻസുകളോടെയുമാണ് കട പ്രവർത്തിക്കുന്നതെന്നും രാജു വ്യക്തമാക്കി. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. അല്ലമീനുണ്ട് ഗോഡൌണിൽ. ഈ തീപിടുത്തമുണ്ടായ ആക്രി ഗോഡൌണിന്റെ ഉടമസ്ഥൻ രാജു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജുട്ട, എന്താണ് സംഭവിച്ചത്? എത്ര രൂപയുടെ നാശനഷ്ടം അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? നാശമുണ്ട്, നല്ല നാശമുണ്ട്. എങ്ങനെ കത്തിയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. രണ്ട് മണി വരെ 1:15 മണി വരെ വർക്ക്ഷോപ്പിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 2 മണി കഴിഞ്ഞപ്പോഴാണ് കത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ 2-2:30 മണിയപ്പോൾ ഞാൻ അജീൽ വർക്ക്ഷോപ്പേരം വിളിച്ച് ഞാൻ അങ്ങനെ ഓടി വന്നത്. എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ കത്തിച്ചതാണോ കത്തിയതാണോ എങ്ങനെയൊന്നും അറിയാൻ പാടില്ല. 37 വർഷം ഞാൻ ഇവിടെ തുടങ്ങാൻ നിന്നിട്ട്. ഇവിടെ തന്നെ 37 വർഷം ഇവിടെ തന്നെയാണ്. ഇവിടെ ഞാൻ ഈ ബിസിനസ് തുടങ്ങി 37 വർഷമായി. ഇവിടെ തന്നെ 31 വർഷമായി. ഇന്ന് വരെ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. 10-16-20 പണിക്കാരും ഉണ്ട്. എൻ്റെ നടക്കുമ്പോൾ എത്ര ജോലിക്കാരുണ്ടായിരുന്നു അവിടെ? കിടക്കണ 8 പേര് കിടപ്പുണ്ട്. അവർക്കൊന്നും കുഴപ്പമില്ല. അത് ഈ ഫയർഫോഴ്സും പോലീസും വന്ന കാരണം ഒരു കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ പോയാനാ അവർ വന്ന് ഒച്ചപ്പാടും ബഹളം എടുത്ത് രക്ഷപ്പെട്ടു. ഈ നഗരത്തിലെ ചവറെല്ലാം മഞ്ഞല്ല. ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഇതേപോലത്തെ 200 കടയുണ്ടായ കാരണം ഈ സിറ്റി വെളുത്ത് കിടക്കണം. ഈ 200 കട ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രാപ്പ് കട ഇല്ലെങ്കിൽ എറണാകുളം ഒന്ന് കാണാൻ പറ്റുമോ? ഈ സ്ക്രാപ്പ് കട തന്നെ വേണം എറണാകുളത്ത്. ശരിക്കും സ്ക്രാപ്പ് കടയാണ് എറണാകുളത്ത് മൊത്തം ചവറോടൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രശ്നം ആർക്കും ഒരു കുഴപ്പമില്ല. കടലിൽ കുറച്ച് നഷ്ടം വന്നുള്ളൂ. സർക്യൂട്ടിനുള്ള സാധ്യതയാണോ? ഒന്നുമില്ല. അതല്ല, ഇത് കത്ത് പിടിച്ചേക്കണത് ഏറ്റവും ബാക്ക് വശത്ത്. അവിടെ കറണ്ടും ഇല്ല, ഒന്നുമില്ല. അതായത് തീപിടുത്തമുണ്ടായി ബാക്ക് ഭാഗത്ത് ഏറ്റവും വേഗത വർഷാപ്പിൻ്റെ ബാക്ക് വശത്ത് അവിടെ കറണ്ടും ഇല്ല, ഒന്നുമില്ല. അവിടെ നിന്ന് തീയാ അങ്ങനെ വന്ന് തീയതാ ഞാൻ പറഞ്ഞു. ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. അത് ഓപ്പൺ ഏരിയ ആണത്. അവിടെ നിന്ന് ഇങ്ങനെ കത്ത് പിടിച്ച് കയറി പോകുന്നു. ഫയർഫോഴ്സിന് പറ്റുന്നില്ല. ഫയർഫോഴ്സും നോക്കി നടന്നില്ല. അങ്ങനെ കത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ വരാൻ സാധിക്കുന്നുണ്ട്. CCTV ഒക്കെ ഉള്ളതാണോ ഭാഗത്ത്? പിന്നെ ഇതിൽ 12 ക്യാമറ ഉണ്ട് ഇവിടെ. ഞാൻ എല്ലാം ചെയ്തിട്ട് ഞാൻ എങ്ങനെ സേഫ്റ്റി എല്ലാ ലൈസൻസും എല്ലാം എനിക്കുണ്ട്. സംഭവിച്ചു. ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻഭാഗത്ത് ഇലക്ട്രിസിറ്റിയോ കണക്ഷനോ ഒന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത അവിടെ നിന്ന് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെങ്കിലും നിന്ന് വയർ കത്തി വീഴുന്ന ഇപ്പോൾ പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്. എന്താണെന്ന് കാര്യം പറയാം. ഈ കത്തിച്ചതാണെന്നും പറയാനുണ്ട്. പ്രാഥമികമായിട്ട് എത്ര രൂപയുടെ നഷ്ടം? ഞങ്ങളൊരു 10-15 ലക്ഷം രൂപ. പ്ലാസ്റ്റിക് ആയാലും 15 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നുമില്ല. ഞാൻ എല്ലാം ലോഡ് കയറ്റിയായിരുന്നു. ആക്രി കടയുടെ ഉടമ രാജുവായിട്ടാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. 10-15 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. നമുക്കതിനകത്ത് കാണാം നിരവധി വസ്തുക്കൾ അത്തരത്തിൽ പൂർണ്ണമായും കത്തിച്ചാമ്പലായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമീപത്തുള്ള ആളുകളൊക്കെ അറിയിച്ചതിനെ തുടർന്നാണ് രാജുവേട്ടനും ഇന്നലെ ഇവിടേക്ക് വരുന്നത്. 10-20ഓളം തൊഴിലാളികളുണ്ട്. പലരും ഇതര സംസ്ഥാനക്കാരാണ്. ഈ അപകടം നടക്കുമ്പോൾ അതിൻ്റെ 8 പേരോളം അവിടെ ഗോഡൌണിലുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ നിന്ന് മാറ്റാനായി എന്നുള്ളത് മാറ്റാനായി എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ഏതെങ്കിലും തരത്തിൽ പരിക്കോ മറ്റ് നടപടിയിലേക്കൊന്നും പോയിട്ടുമില്ല. അത് വലിയ ആശ്വാസകരമായ സാഹചര്യവുമാണ്. ഓക്കെ, അല്ലമീൻ ഇപ്പോൾ ആ ഗോഡൌണിനുള്ളിൽ തന്നെയുണ്ട്. അല്ലമീൻ, ഇപ്പോഴും അവിടെ വിഷപ്പുകയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതേസമയം അവിടെ നിൽക്കുന്നതും നമുക്കത്ര സേഫും അല്ല. കടയുടമ പറയുന്നതനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയില്ല. ഈ ഗോഡൌണിൻ്റെ പുറകുവശത്ത് ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ തീ ഇട്ടതാണോ എന്ന് അദ്ദേഹം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ എല്ലാ ലൈസൻസും ഉണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ സ്ഥാപിക്കേണ്ട ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഒന്നും നിലവിൽ ഈ ഗോഡൌണിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കടയുടമ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലമീൻ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗോഡൌണിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ 2ാമത്തെ നിലയിലാണ്. അതായത് ജീവനക്കാരൊക്കെ കിടന്നുറങ്ങിയ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു ഫയർ എക്സ്റ്റിംഗ്വിഷർ സംവിധാനം ഇല്ല എന്ന്. പക്ഷേ അരുൺകുമാർ, നമുക്ക് ഈ ദൃശ്യങ്ങളൊരു സാധനം കാണിച്ചു തരാം. നമ്മൾ ഈ അകത്ത് കയറുമ്പോൾ തന്നെ പലയിടങ്ങളിലും ഈ ഫയർ സേഫ്റ്റി സംവിധാനം, ഫയർ എക്സ്റ്റിംഗ്വിഷർ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പമ്പ് ചെയ്യുന്നതിനുള്ള നിരവധി മെഷീൻ നമ്മൾ ആദ്യം കണ്ടപ്പോൾ തറയിലേക്ക് തെറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതിയും ആക്രി ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല, ഇതിൻ്റെ പല തൂണുകളിലും അത് സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ കടയുടമ പറഞ്ഞതുപോലെ ലൈസൻസ് ഉണ്ടായിരിക്കും. ഇനി ഇത് പ്രവർത്തന സജ്ജമാണോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറ്റൊന്നാണ് പറയുന്നത്. മറ്റൊന്ന് അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ 2ാമത്തെ നിലയിലാണ്. അതിൻ്റെ നോക്കുമ്പോൾ ഇപ്പോഴും വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. തീ അണയ്ക്കുന്നതിന് അവിടെ നിന്ന് പതനിറച്ച വെള്ളം ഇപ്പോഴും ഫയർഫോഴ്സ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായും നിലച്ചിട്ടില്ല. നല്ല ദുർഗന്ധം, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വല്ലാത്ത സ്മെല്ല് നമുക്കിപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. തൊട്ടടുത്താണ് ഒരു വീട്. നമ്മൾ രാവിലെ കാണുമ്പോൾ ഒരു അമ്മച്ചിയും ഒരു ചേട്ടനും, ആ വർക്ക്ഷോപ്പിലെ രാജുവേട്ടനും സരസ്വതി അമ്മയൊക്കെ കാണുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അതാണ് ട്രെയിനും പോകുന്നുണ്ട്. അതെ അതെ. അല്ലമീൻ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അല്ലമീൻ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാം. അവിടെ ഈ പുകച്ചുരുളിൽ അത് അത്ര ശ്വസിക്കുന്നത് നല്ലതല്ല. അതിനകത്ത് ഉടൻ പുറത്തേക്ക് ഇറങ്ങാം. ഡയോക്സിൻ അടക്കം അപകടം ഉണ്ടാവും. നമ്മൾ ഉടൻ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കുമാർ. മറ്റു ചില ദൃശ്യങ്ങൾ, അതെ,
നമ്മൾ ഉടൻ പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ ചില ദൃശ്യങ്ങൾ കൂടി ഇവിടെ നിന്ന് കാണിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് മാറാം. ഇവിടെയാണ് ഈ തൊഴിലാളികൾ കിടന്നുറങ്ങിയ സ്ഥലമാണ് കാണുന്നത്. അവിടെയൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഇരുമ്പ് കട്ടിലും അവരുടെ സാധന സാമഗ്രികളുള്ള ബോക്സും പെട്ടിയും ഒക്കെ നമുക്ക് അവിടെ കാണാം. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്, ഈ ഭാഗത്താണ് ഇവർ പാചകവും മറ്റും ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന. ഒരു സിലിണ്ടർ നമുക്ക് കാണാം, ഗ്യാസ് സിലിണ്ടർ നമുക്കിവിടെ കാണാനാകും. തൊട്ടടുത്ത് തന്നെ ഗ്യാസ് അടുപ്പും പാചകപ്പുരയും നമുക്ക് കാണാനാകും. അതൊക്കെ പൂർണ്ണമായും കത്തിച്ചാമ്പലായി കിടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുകൂടി നമുക്ക് പ്രേക്ഷകരെ കാണിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഇതിന്റെ